നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിജിലൻസ് ഡയറക്ടറുടെ തുറന്ന പറച്ചിലോടെ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ അർഹത നഷ്ടപ്പെട്ടതായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് സമാപിച്ചു. മറുത്തുകളിയെ യുവജനോത്സവ ഇനമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി VS ശിവകുമാർ. മറുത്തുകളി പൂരക്കളി മഹോത്സവത്തിന് സമാപനം. ആരോഗ്യ കേരളം പദ്ധതിയിൽ നിർമ്മിച്ച പുഞ്ചാവിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു. സ്വാസ്ഥ്യ സേവന കേന്ദ്രം കോവൽ സ്റ്റോറിന്റെ പ്രവർത്തനം തുടങ്ങി. സംസ്ഥാന കുടുംബശ്രീ മിഷനും നഗരസഭയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണം വേണം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. അറിയപ്പെടാത്ത പ്രതിഭകളെ കണ്ടെത്താൻ കലാ സാംസ്കാരിക സമിതിക്ക് കഴിയണമെന്ന് BJP നേതാവ് PS ശ്രീധരൻപിള്ള. പുല്ലൂർ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം വാർഷികാഘോഷത്തിന് സമാപനം. 4 തലമുറകൾ ഒത്തുചേർന്നു. കല്ലോടൻ തറവാട് കുടുംബ സംഗമം വേറിട്ട അനുഭവമായി. വാർത്തകൾ വിശദമായി. വിജിലൻസ് ഡയറക്ടറുടെ തുറന്നു പറച്ചിലോടെ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ അർഹതയില്ലാതായെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU സമ്മേളനം സമാപിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് സമാപനം. വിജിലൻസ് ഡയറക്ടറുടെ തുറന്നു പറച്ചിലോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അധികാരത്തിൽ തുടരാൻ ധാർമ്മിക അവകാശമില്ലാതായിരിക്കുകയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ മുഖമാണ് ആ പോലീസ് ഐഡിയിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഈ സർക്കാർ ഒരു വികൃതമായ സർക്കാരാണ്. ഈ കേരളത്തെ എല്ലാ തരത്തിലും നാശത്തിലേക്ക് നയിക്കുന്ന ഒരു സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്ന UDFന്റെ സർക്കാർ. അഴിമതി, ധൂർത്ത്, ഭരണരംഗത്ത് കെടുകാര്യസ്ഥത, ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. സ്ത്രീകൾക്ക് പോലും സുരക്ഷിതത്വമില്ല. പഞ്ചാബിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു. കേരളത്തിൽ നിയമസഭയിലുള്ള MLA-മാരായ സ്ത്രീകൾക്ക് പോലും സുരക്ഷിതത്വം കൊടുക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് രാഷ്ട്രീയക്കാരും അഴിമതിക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് കൂട്ടുകെട്ടാണ് നടക്കുന്നതെന്നും വിജിലൻസ് ഡയറക്ടർ പറഞ്ഞിരുന്നു. ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന സ്ഥാപന മേധാവി ഇത്തരമൊരു തുറന്നു പറച്ചിൽ നടത്തിയത് ചരിത്രത്തിൽ ആദ്യമാണെന്നും കോടിയേരി പറഞ്ഞു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ടൗൺഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, AK നാരായണൻ, TK രാജൻ, M രാജൻ, T നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. B രാജൻ സ്വാഗതം പറഞ്ഞു. K ബാലകൃഷ്ണനെ ജില്ലാ പ്രസിഡന്റായും M രാജനെ ജില്ലാ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. P കൃഷ്ണൻ, EK നാരായണൻ, P ഗംഗാധരൻ, B രാജൻ, മുനമ്പത്ത് ഗോവിന്ദൻ, I കുഞ്ഞിക്കണ്ണൻ എന്നിവരെ ഉപഭാരവാഹികളായും തെരഞ്ഞെടുത്തു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി വേണം. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ഖനന നിരോധനം മൂലം ചെങ്കല്ല്, മണൽ, കരിങ്കല്ല് തുടങ്ങിയ നിർമ്മാണ വസ്തുക്കൾ ലഭിക്കുന്നില്ല. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഗൗരവമായി ഇടപെടണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി P രാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ശരിക്കും ആവിർഭവിച്ചത് തന്നെ റെയിലും ജനാധിപത്യത്തിനുള്ള ദീർഘകാല പോരാട്ടത്തിന് ശേഷം. ആ റെയിലും ജനാധിപത്യം എന്ന് പറയുന്നത് കേവലം ഭാരവാഹി ഘട്ടത്തിലിരിക്കുന്നത് മാത്രമല്ല, മറിച്ച് നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും മുഴുവൻ തൊഴിലാളികളെയും എത്തിക്കുക എന്നതാണ്. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ, മുനമ്പത്ത് ഗോവിന്ദൻ, പി കൃഷ്ണൻ, ടി കെ രാജൻ, മണിമോഹൻ, എം അമ്പൂഞ്ഞി എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ എ കെ നാരായണൻ സ്വാഗതം പറഞ്ഞു. മറത്തുകളിയെ യുവജനോത്സവ ഇനമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി എസ് ശിവകുമാർ. പൂരക്കളി മറത്തുകളി മഹോത്സവത്തിന് സമാപനം. 2 ദിവസങ്ങളിലായി പെരിയ പുലിഭൂത ദേവസ്ഥാനത്ത് സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന പൂരക്കളി മറത്തുകളി മഹോത്സവത്തിന് സമാപനം. പൂരക്കളി മറത്തുകളി കലാപരിഷത്തിന്റെ നേതൃത്വത്തിലാണ് പൂരക്കളി മറത്തുകളി മഹോത്സവം നടന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സെമിനാർ മന്ത്രി വി എസ് ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. കാരണം നമ്മുടെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ നമ്മുടേതായിട്ടുള്ള നാടൻ കലാരൂപങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ദൈവികമായിട്ടുള്ള ചടങ്ങുകളിൽ അവർ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ അവർ നിലനിർത്തുന്നു, അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാടൻ കലകളെ പോഷിപ്പിക്കുന്നതിനായി സർക്കാർ തുടങ്ങുന്ന ക്ഷേത്രകലാ അക്കാദമിയിൽ പൂരക്കളിയും മറത്തുകളിയും മുന്തിയ പരിഗണന നൽകുമെന്ന് വി എസ് ശിവകുമാർ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ സി രാജൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ, സി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന പൂരക്കളി പണിക്കർമാരെ ചടങ്ങിൽ ആദരിച്ചു. ആരോഗ്യ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു. പൂഞ്ചാവി കടപ്പുറത്താണ് കെട്ടിടം നിർമ്മിച്ചത്. നഗരാരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പുഞ്ചാവി കടപ്പുറത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം മന്ത്രി വി എസ് ശിവകുമാർ നിർവഹിച്ചു. ഇവിടെ രണ്ടാമത്തെ അർബൻ PSCയുടെ പ്രവർത്തനമാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. 15-ാം തീയതി മുതൽ ഈ അർബൻ PSC പരിപൂർണമായി പ്രവർത്തിച്ചു തുടങ്ങുന്നതാണ്. ഇവിടെ ഇപ്പോൾ 2 ഡോക്ടർമാര്, 3 സ്റ്റാഫ് നേഴ്സ്, 1 ലാബ് ടെക്നീഷ്യൻ, 1 ഫാർമസിസ്റ്റ്, അതുപോലെ തന്നെ മറ്റു ഫീൽഡ് ആക്ടിവിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുകയാണ്. നമുക്കറിയാം, ഇതിപ്പോ കാഞ്ഞങ്ങാട് നഗരസഭ എന്ന് പറഞ്ഞാൽ ഒരു നഗരപ്രദേശമല്ല. ഇവിടെയൊക്കെ മത്സ്യത്തൊഴിലാളികളും പാവപ്പെട്ട ആളുകളും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഇ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. DMO ഡോക്ടർ AP ദിനേശ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ B മുഹമ്മദ് അഷീൽ പദ്ധതി വിശദീകരിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T ശോഭ, T കുഞ്ഞിക്കണ്ണൻ, L സുലൈഖ, അനിൽ വാഴുന്നോറടി, C ജാനകിക്കുട്ടി, നജ്മ റാഫി, NA ഖാലിദ്, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, V സുകുമാരൻ, TK ഇബ്രാഹിം, കോവൽ ദാമോദരൻ, S സുബോധ് എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ സ്വാഗതവും E വിമിത നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് കോവൽ സ്റ്റോറിൽ സ്വാസ്ഥ്യ സേവന കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. സംസ്ഥാന കുടുംബശ്രീ മിഷന്റെയും കാഞ്ഞങ്ങാട് നഗരസഭയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. സംസ്ഥാന കുടുംബശ്രീ മിഷന്റെയും കാഞ്ഞങ്ങാട് നഗരസഭയുടെയും നേതൃത്വത്തിലാണ് സ്വാസ്ഥ്യ സേവന കേന്ദ്രം തുടങ്ങിയത്. കാഞ്ഞങ്ങാട് കൊവ്വൽ സ്റ്റോറിൽ ആരംഭിച്ച കേന്ദ്രം ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് CDSന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കേന്ദ്രം ആവർത്തിക്കുമ്പോൾ, ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവരുടെ സതുദ്ദേശപരമായ ആ പ്രവർത്തനത്തെ എല്ലാ അർത്ഥത്തിലും അഭിനന്ദിക്കണം. അതോടൊപ്പം ആ സ്ഥാപനം നിലനിൽക്കുകയും ശക്തിപ്പെടുകയും ചെയ്യണം. അതിന് മുൻകൈയെടുത്ത് ഇറങ്ങിത്തിരിച്ച സേവന സന്നദ്ധരായ കുടുംബശ്രീയുടെ അല്ലെങ്കിൽ CDSന്റെ പ്രവർത്തകർക്ക് അത് ആഹ്ലാദമുണ്ടാക്കണം, സന്തോഷമുണ്ടാക്കണം. രോഗപ്രതിരോധം, ജലശുദ്ധീകരണം, വ്യായാമം, നല്ല ഭക്ഷണം, അഡ്വാൻസ്ഡ് മെഡിക്കൽ കെയറും ലക്ഷ്യമിട്ടാണ് കേന്ദ്രം തുടങ്ങിയത്. നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ അധ്യക്ഷയായി. മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി, P ശോഭ, അനിൽ വാഴുന്നോറടി, L സുലൈഖ, C ജാനകിക്കുട്ടി, NA ഖാലിദ്, മജീദ് ചെമ്പരിക്ക, P സുശാന്ത്, C പവിത്രി, ആസിഫ് സക്കറിയ, P റഹീം, മധു തുടങ്ങിയവർ സംസാരിച്ചു. T കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും ഡാലിയ ജോർജ് നന്ദിയും പറഞ്ഞു. പുല്ലൂർ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം 13ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. നൃത്തസന്ധ്യയും അരങ്ങേറി. സമൂഹത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന പ്രതിഭകളെ കണ്ടെത്താൻ കലാ സാംസ്കാരിക സമിതികൾക്ക് കഴിയേണ്ടതുണ്ടെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള പറഞ്ഞു.
പുല്ലൂർ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ വാർഷികത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവരെ സമൂഹത്തിന് കണ്ടെത്താൻ സാധിക്കാതെ പോയത് കൊണ്ട് അവരൊക്കെ അദൃശ്യരായി, അപ്രാപ്യരായി, നമുക്കറിയാത്തവരായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുകയോ മൺമറഞ്ഞു പോയതായിട്ടുണ്ടാവാൻ സാധിക്കും. അവിടെയാണ് ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനം. ആ കണ്ടെത്തൽ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം പോലുള്ള പ്രസ്ഥാനങ്ങളാണ് ഏത് ഗ്രാമത്തിൻ്റെയും ഏത് സമാജത്തിൻ്റെയും ഏറ്റവും വലിയ അഭിമാന പുരസ്സരം അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്, ഏറ്റവും വലിയ പ്രതിഭകളെ വാർത്തെടുക്കാൻ സാധിക്കുന്നത്. സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് ടി വി ഗോപിനാഥൻ അധ്യക്ഷനായി. BMS ജില്ലാ പ്രസിഡന്റ് ടി കൃഷ്ണൻ, ബാബു പുല്ലൂർ, TV സുരേഷ്, കെ കുഞ്ഞിരാമൻ, വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി എ രാജൻ സ്വാഗതവും M കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടയിൽ യുവതി മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന കൺവെൻഷൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നഷ്ടപരിഹാരം കൊടുക്കണം. കൃഷിഭൂമിയാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ, ഭൂമി എടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കൃഷിഭൂമിയാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ അവിടെ കൃഷി ചെയ്യും പോലെ ഇയാൾക്ക് പോയി കൃഷി ചെയ്യാൻ പറ്റിയ ഭൂമി പകരം കൊടുക്കണം. നല്ല വയൽ, കൃഷി ചെയ്യുന്ന വയൽ ഏറ്റെടുത്തിട്ട് പാറ കൊണ്ടുപോയിട്ട് കൊടുത്താൽ പോരാ. ഇവിടെ കൃഷി ചെയ്യും, ഇവിടെയാണ് നിങ്ങൾക്ക് വ്യവസായം തുടങ്ങേണ്ടത്, ശരി. എന്നാൽ ഇവിടെ കൃഷി ചെയ്യും പോലെ മറ്റൊരിടത്ത് പോയി കൃഷി ചെയ്യാൻ പറ്റിയ ലാൻഡ് കൃഷിക്കാരന് കാട്ടിക്കൊടുത്തിട്ട് നിങ്ങൾ ഇതെടുത്തോളൂ. അതിന് ഞങ്ങൾ തെറ്റില്ല. ഇവിടെ പാറ പോലെ ഇത് നമ്മൾ നിൽക്കുന്നില്ല. ഈ ക്ലോസ് പൂർണ്ണമായും എടുത്തു കളഞ്ഞിരിക്കുക. റീഹാബിലിറ്റേഷനും ഇല്ല, അതിന് പകരമുള്ള റീസെറ്റിൽമെന്റും ഇല്ല, നഷ്ടപരിഹാരവും ഇല്ല. M സുമതി അധ്യക്ഷയായി. VP ജാനകി, M ലക്ഷ്മി, P ശ്യാമള എന്നിവർ പങ്കെടുത്തു. കൺവെൻഷനിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. VP ജാനകി, M ലക്ഷ്മി, P ശ്യാമള എന്നിവർ സംബന്ധിച്ചു. കൺവെൻഷനിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. 4 തലമുറകളുടെ ഒത്തുചേരലിന് വേദിയായി കല്യോടൻ തറവാട് കുടുംബ സംഗമം നടന്നു. കല്യോട് ഭഗവതി ക്ഷേത്ര പരിസരത്താണ് സംഗമം നടന്നത്. 4 തലമുറകളുടെ ഒത്തുചേരലിന്റെ വേദിയായി യാദവ സമുദായത്തിലെ പ്രമുഖ തറവാടായ കല്യോടൻ തറവാട് കുടുംബസംഗമം നടന്നു. 1200-ലധികം ആളുകൾ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനെത്തി. വലിയ വീട്, പുതിയ വീട്, മീത്തലെ വീട്, കിഴക്കേ വീട് താവഴികളിലെ ആളുകൾ സംഗമത്തിൽ ഒത്തുചേർന്നു. സംഗമം K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വാമി കൈവല്യാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രൊഫസർ KP ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ രമേശ് യാദവ്, വയലപ്രം നാരായണൻ, അഡ്വക്കേറ്റ് MK ബാബുരാജ്, MK കൃഷ്ണൻ, V കേളു മാസ്റ്റർ, അപ്പു വേങ്ങര, രാമചന്ദ്രൻ ജോത്സ്യർ എന്നിവർ സംസാരിച്ചു. K നാരായണൻ ആലക്കോട് അധ്യക്ഷനായി. K കുഞ്ഞമ്പു സ്വാഗതവും PK ദാമോദരൻ നന്ദിയും പറഞ്ഞു. കുടുംബസംഗമത്തിൽ 95 വയസ്സ് പിന്നിട്ട രാമൻ മണിയാണിയെയും ക്ഷേത്രസ്ഥാനികരെയും ആദരിച്ചു. ക്ഷേത്ര അടിച്ചുതളിക്കാരെയും വിളക്കുതളിക്കാരെയും ആദരിച്ചു. പൂരക്കളിപ്പണിക്കർമാരായ പിലിക്കോട് രാമചന്ദ്ര പണിക്കർ, നാരായണ പണിക്കർ എന്നിവരെയും ആദരിച്ചു. തലമുറകളുടെ ഒത്തുചേരലിന് വേദിയൊരുക്കി പുല്ലൂർ കേളോത്ത് വീട് കുടുംബ സംഗമം നടന്നു. SSLC വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. തലമുറകളുടെ ഒത്തുചേരലിന് വേദിയായി പുല്ലൂർ പെരളത്ത് കേളോത്ത് വീട് തറവാട്ട് കുടുംബസംഗമം നടന്നു. 100-ലധികം അംഗങ്ങൾ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. അഖില കേരള യാദവ സഭ വൈസ് പ്രസിഡന്റ് വയലപ്രം നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആ രീതിയിലേക്ക് നമ്മുടെ തറവാടിന്റെ ഒരു സമുദായത്തിന്റെ, പ്രത്യേകിച്ച് അതിന്റെ ഒരു രീതിയിലേക്ക് ഈ തറവാടിന്റെ അല്ലെങ്കിൽ കുടുംബ സംഗമത്തിന്റെ ഒരു വലിയ പ്രാധാന്യം ഇവിടെയാണുള്ളത്. ഇവിടെയും ഞാൻ വീക്ഷിക്കപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് വളരെ തലമൂത്ത കാരണവർ മാത്രമേ. എവിടെ ചെറുപ്പക്കാർ പോയി? അത് അവരോട് ചോദിക്കണം. ഇത് പല തറവാടിന് ചെറുപ്പക്കാർക്ക് തറവാട് വേണ്ട. ഈ ഒരു ചടങ്ങ് കേവലം അധ്യക്ഷനായി അദ്ദേഹത്തെ ഇരുത്തുകയും നമ്മളെപ്പോലെ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാർ ഈ ചടങ്ങിന്റെ വേദി ഇതിന്റെ മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ്. K രാമകൃഷ്ണൻ അധ്യക്ഷനായി. മുതിർന്ന അംഗങ്ങളായ ഗോപാലൻ പരപ്പക്കെട്ട്, മുത്താണിയമ്മ, മടിയൻ എന്നിവരെ ആദരിച്ചു. ശിവാനന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. റിട്ടയർഡ് തഹസിൽദാർ P രാഘവൻ,
അഡ്വക്കേറ്റ് MK ബാബുരാജ്, K നാരായണി, KV കുഞ്ഞിക്കേളു, K തമ്പാൻ പറക്ലായി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC വിജയികളെ അനുമോദിച്ചു. തറവാട് കമ്മിറ്റി ജനറൽ സെക്രട്ടറി B ഗോപാലൻ സ്വാഗതവും K ഗോപാലൻ നന്ദിയും പറഞ്ഞു. അശാസ്ത്രീയമായ കെട്ടിട നികുതി പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി നഗരസഭാ ജീവനക്കാർ. KMCSU സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായ കെട്ടിട നികുതി പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധവുമായി നഗരസഭാ ജീവനക്കാർ. KMCSUവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ K നാരായണൻ അധ്യക്ഷനായി. A വേണുഗോപാലൻ, VV സൂരജ്, K നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ പഠന ക്യാമ്പ് സമാപിച്ചു. KSCA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാ പഠന ക്യാമ്പ് കൂട്ടക്കനി GUP സ്കൂളിൽ സമാപിച്ചു. ക്യാമ്പ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി തന്നെ എനിക്ക് ഓർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ പുതിയ ജനറേഷൻ അത്ര കൃത്യമായിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം മാറിയിട്ടുണ്ട്, സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ശാശ്വതങ്ങളാണ് എന്നും തകർച്ചയേശാത്ത സുരക്ഷിതത്വത്തിൻ്റെ തുറമുഖത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുമുള്ള വ്യാമോഹഭരിതമായ ഒരവബോധത്തിൽ നമ്മൾ എത്തിച്ചേരുന്നുണ്ട്, നമ്മൾ അറിയാതെ എത്തിച്ചേരുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷനായി. KV ഭാസ്കരൻ, KV ഗോവിന്ദൻ, T നാരായണൻ, പവിത്രൻ എന്നിവർ സംസാരിച്ചു. ആനുകാലിക രാഷ്ട്രീയവും സാംസ്കാരിക രംഗവും കേന്ദ്ര ഗവൺമെന്റും നവ ലിബറൽ നയങ്ങളും ശുചിത്വ വിദ്യാലയം, ഹരിത വിദ്യാലയം തുടങ്ങിയ വിഷയങ്ങളിലും ക്ലാസുകൾ നടന്നു. KC അലി ഇക്ബാൽ, K രാഘവൻ, ഷാജു ആന്റണി, P രവീന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. പാക്കം പള്ളിപ്പുഴ ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് യൂത്ത് ഡെവലപ്മെന്റ് സെന്റർ കെട്ടിടോദ്ഘാടനം നടന്നു. 30ാം വാർഷികാഘോഷവും തുടങ്ങി. പാക്കം ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് യൂത്ത് ഡെവലപ്മെന്റ് സെന്ററിന്റെ കെട്ടിടോദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു. 30ാം വാർഷികാഘോഷവും ഉത്സവാന്തരീക്ഷത്തിൽ തുടങ്ങി. ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി പുറച്ചേരി ഗ്രാമീണ കലാവേദി അവതരിപ്പിച്ച നാട്ടുപൊലിമയും നടന്നു. ക്ലബ് കെട്ടിടം K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ നല്ല പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ഇടപെട്ട് നേതൃത്വപരമായി പങ്കുവഹിച്ച് മറ്റിന് കിട്ടാവുന്ന സോഴ്സുകളെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടവരാൻ കഴിയുന്നത്. ക്ലബ്ബ് എന്നതുകൊണ്ടാണ് ഇപ്പോൾ മനോഹരമായ ഒരു കെട്ടിടം കെട്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞത്. വളരെ ദീർഘദൃഷ്ടിയോടെ ഭൂമിക്കൊന്നും വിലയില്ലാത്ത കാലത്ത് 500 രൂപ സെന്റിന് വില ഇല്ല കാലത്ത് 10 സെന്റ് ഭൂമി വിലക്ക് വാങ്ങി. PV ബാബുരാജ് അധ്യക്ഷനായി. ചടങ്ങിൽ വത്സൻ പിലിക്കോട് മുഖ്യാതിഥിയായി. കുന്നൂച്ചി കുഞ്ഞിരാമൻ, അനിൽകുമാർ, വിനോദ്, രത്നാകരൻ, KV ജയശ്രീ എന്നിവർ സംസാരിച്ചു. CK മണികണ്ഠൻ സ്വാഗതവും PC മധുസൂദനൻ നന്ദിയും പറഞ്ഞു. കല്യാൺ റോഡ് കൈരളി കലാകായിക കേന്ദ്രം 19ാം വാർഷികാഘോഷത്തിന് സമാപനം. സംസ്ഥാനതല കബഡി ഫെസ്റ്റും നടന്നു. കല്യാൺ റോഡ് കൈരളി കലാകായിക കേന്ദ്രം 19ാം വാർഷികാഘോഷം സമാപിച്ചു. സംസ്ഥാനതല കബഡി ഫെസ്റ്റ് നടന്നു. സമാപന സമ്മേളനം BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും നന്നായിട്ട് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ മണ്ഡലത്തിലുള്ള വിവിധ പ്രശ്നങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ മിടുക്ക് കാണിക്കുന്ന ഒരു സംവിധാനമാണ് കൈരളി കലാകായിക. ആഘോഷ കമ്മിറ്റി ചെയർമാൻ TV അജയ്കുമാർ നെല്ലിക്കാട്ട് അധ്യക്ഷനായി. മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ഹോസ്ദുർഗ് SI ബിജുലാൽ നിർവഹിച്ചു. സമ്മേളനത്തിൽ വാർഡ് കൗൺസിലർ P വസന്ത, അംബിക, ഊരുമൂപ്പൻ KR കൊട്ടൻ, ബീന, രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. K ഭരതൻ സ്വാഗതവും വിനയൻ നന്ദിയും പറഞ്ഞു.
രക്തേശ്വരി ക്ഷേത്രം മേഘിനമനെ തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ ഉത്സവത്തിന് തുടക്കമായി. ആചാര്യ വരവേൽപ്പ് നടന്നു. കാഞ്ഞങ്ങാട് രക്തേശ്വരി ക്ഷേത്രം മേഘിനമനെ തറവാട് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ ഉത്സവത്തിന് തുടക്കമായി. ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന വാരിക്കാട്ട് പത്മനാഭൻ തന്ത്രിയെ സ്വീകരിക്കൽ ചടങ്ങും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി സുദർശന ഹോമം, ദുർഗാപൂജ, സായൂജ പൂജ എന്നിവ നടന്നു. തുടർന്ന് ആചാര്യ വരവേൽപ്പ് നടന്നു. ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജിലൻസ് ഡയറക്ടറുടെ തുറന്ന പറച്ചിലോടെ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയായി തുടരാൻ അർഹത നഷ്ടപ്പെട്ടതായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് സമാപിച്ചു. മറുത്തുകളിയെ യുവജനോത്സവ ഇനമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി VS ശിവകുമാർ. മറുത്തുകളി പൂരക്കളി മഹോത്സവത്തിന് സമാപനം. ആരോഗ്യ കേരളം പദ്ധതിയിൽ നിർമ്മിച്ച പുഞ്ചാവിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം നടന്നു. സ്വാസ്ഥ്യ സേവന കേന്ദ്രം കോവൽ സ്റ്റോറിന്റെ പ്രവർത്തനം തുടങ്ങി. സംസ്ഥാന കുടുംബശ്രീ മിഷനും നഗരസഭയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജനറൽ ആശുപത്രിയിൽ യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണം വേണം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. അറിയപ്പെടാത്ത പ്രതിഭകളെ കണ്ടെത്താൻ കലാ സാംസ്കാരിക സമിതിക്ക് കഴിയണമെന്ന് BJP നേതാവ് PS ശ്രീധരൻപിള്ള. പുല്ലൂർ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം വാർഷികാഘോഷത്തിന് സമാപനം. 4 തലമുറകൾ ഒത്തുചേർന്നു. കല്ലോടൻ തറവാട് കുടുംബ സംഗമം വേറിട്ട അനുഭവമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.